തത്സമയ ദൃശ്യങ്ങളിലേക്ക്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന്റെ പ്രഭവ കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രി പറഞ്ഞിട്ട് പറയുന്ന ഒരു കാര്യം, ആ കാര്യത്തിൽ എന്തുകൊണ്ട് നടപടി ഉണ്ടായില്ല എന്നുള്ളത് വളരെ വ്യക്തമായി കേരളത്തിലെ ജനങ്ങൾക്ക് അറിയേണ്ട കാര്യമാണ്. രാജ്യദ്രോഹ പ്രവർത്തനമാണ് സ്വർണ്ണക്കള്ളക്കടത്തെന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ ഓഫീസിനെതിരെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ നടപടി സ്വീകരിക്കാൻ പ്രധാനമന്ത്രി മുന്നോട്ട് വരാത്തത്? അവിടെയാണ് മോഡിയും പിണറായിയും ബായി ആണ് എന്നുള്ള വസ്തുത തെളിയുന്നത്. അവർക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, കോൺഗ്രസിനെയും UDF-നെയും തകർക്കുക, കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാകുക. ആ ലക്ഷ്യത്തിന് വേണ്ടി പിണറായി വിജയനെ സഹായിക്കാൻ മോഡിക്ക് ഒരു മടിയുമില്ലായിരുന്നെങ്കിൽ എന്തുകൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് എത്തിയില്ല? മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ആകെ ശിവശങ്കറെ 2 തവണ ജയിലിലിട്ടു എന്നുള്ളതല്ലാതെ അതിന്റെ മുകളിലേക്ക് ഈ അന്വേഷണം പോകാതിരുന്നത് മോഡിയും പിണറായിയും തമ്മിലുള്ള കൂട്ടുകെട്ടിന്റെ ഭാഗമാണ്. CPM-ഉം BJP-യും തമ്മിലുള്ള അന്തർധാരയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ശിവശങ്കറിൽ അവസാനിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയിട്ട് എന്ന് ബോധ്യമുള്ള പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് മറ്റ് നടപടി സ്വീകരിക്കാത്തത്? ഒരു തെളിവുമില്ലാത്ത കേസുകൾക്ക് EDI, CBI പറഞ്ഞുവിട്ട് കോൺഗ്രസ് നേതാക്കളെ വേട്ടയാടുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് തെളിവുണ്ടായിട്ടും ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അന്വേഷിക്കാൻ തയ്യാറാകാത്തത്? അപ്പോൾ CPM-ഉം BJP-യും തമ്മിലുള്ള രാഷ്ട്രീയ ധാരണയാണ് ഇതോടുകൂടി പുറത്തു വന്നിരിക്കുന്നത്. ആ ഒരു വാചകമല്ലാതെ പ്രധാനമന്ത്രി പിന്നീട് ഒന്നും പറയാത്തതും അതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നതും രണ്ടും കൂടി ചേർത്ത് വായിച്ചാൽ BJP-യും CPM-ഉം തമ്മിലുള്ള ബന്ധം വളരെ വ്യക്തമാകും. അത്തരം പാർട്ടിക്കകത്തെ പ്രശ്നങ്ങളൊന്നും ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ നമുക്ക് ആവശ്യം കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. കേരളത്തിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDF-ന് വൻപിച്ച വിജയമുണ്ടാകും. 20 സീറ്റ് നേടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് ഞങ്ങൾ ഏർപ്പെടുന്നത്.